ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുറച്ച് നാളായിട്ടുണ്ട് ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട്. അപ്പോൾ നിങ്ങളെന്നെ മറന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് കുറേ പേർക്കൊക്കെ അറിയാം. കുറേ പേരൊക്കെ എന്നോട് വന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ഉള്ളി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2-3-4 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം ചെറിയുള്ളി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ചെറിയുള്ളിയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ ചെറിയുള്ളി എടുക്കാൻ പറ്റുന്നവർ ചെറിയുള്ളി തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സവാളയിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ എന്ന്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പണി അധികമില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പോയിൻറ്റ്. അപ്പോൾ ഇത് നമുക്കിനി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ച് സ്ക്വയർ ആയിട്ടുള്ള പീസുകളായിട്ട് കുറച്ച് കടിക്കാൻ നമുക്ക് കിട്ടണം. ആ ഒരു വലുപ്പത്തിന് കുറച്ച് വലുപ്പത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു സംഭവം കൂടിയും കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കൊത്തിരിയാണ്. നമ്മൾ സാധാരണ കൊത്തിരിയാന്ന് പറയുമല്ലോ, അതുപോലെ സ്ക്വയർ പീസായിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഒന്ന് കൊത്തിരിഞ്ഞ് വയ്ക്കുക കേട്ടോ. അങ്ങനത്തെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞെടുക്കുക. വളരെ ചെറുതല്ല, ഇതുപോലെ കുറച്ച് വലുപ്പത്തിലൊക്കെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സംഭവങ്ങളും കൂടി ചേർക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് മുളക് പൊടി വേണം നമുക്ക്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരുപാട് എരിവൊന്നും വേണ്ട കേട്ടോ, എന്നാലും അത്യാവശ്യം കുറച്ച് എരിവ് വേണം, ചമ്മന്തിയാണല്ലോ. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും പൊടി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മളെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇതിലേക്ക് പുളി ചേർക്കാവുന്നതാണ്. വാളംപുളി, കോൽപ്പുളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. അപ്പോൾ ദേ ഇത്രയും സംഭവങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്പി ഞരടി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഞരടി എടുക്കുമ്പോൾ ആ സവോളയുടെ നീരൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്കൊന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ചമ്മന്തി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അത്. ഇത് വലിയ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളാണ്, എന്നാലും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അറിയില്ല. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്